ഡേ 5. ഇന്നത്തെ കലാപരിപാടിയെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡേ 4 ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവർ എൻഡ്സ്. യു വാച്ചിങ് PBCM ബാംഗ്ലൂർ ബോൺ കൺഫ്യൂസ്ഡ് മല്ലു. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഈ വീഡിയോയിൽ ആരൊക്കെ കീറ്റോ ഡയറ്റ് ചെയ്യാൻ പാടില്ലെന്ന് നമുക്കറിയാം. ടു ബി ഹോണസ്റ്റ്, എനിക്ക് നിങ്ങളാരും ഒരു ബയോ കെമിസ്ട്രി ലാബിൽ നിർബന്ധിച്ച് പിടിച്ചിരുത്തണ പോലത്തെ ഒരു ഫീലിങ്ങിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ വീൽ മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് റിയലി സ്വീറ്റ്. ഈ 6 കണ്ടീഷനുള്ള ആൾക്കാർ കീറ്റോ ഡയറ്റ് ചെയ്യാൻ പാടില്ല. അതിൽ ഒന്നാമത്തേതാണ് ഈറ്റിംഗ് ഡിസോർഡർ ഹിസ്റ്ററിയുള്ള ആൾക്കാർ. നമ്മുടെ കൂട്ടത്തിൽ ചില ആൾക്കാർക്ക് ഈ സ്വഭാവമുള്ള ആൾക്കാരെ അറിഞ്ഞിരിക്കാൻ സാധ്യത കൂടുതലാണ്. ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നല്ലോണം ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞ് സൂപ്പറായിട്ടിരിക്കുമ്പോൾ ഇനി തടി വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ വായിൽ വിരലിട്ട് കൊക്കിക്കലാണ് ടീംസ്. പിന്നെ ഒട്ടും ഭക്ഷണം കഴിക്കാത്ത ഒരാൾ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞ് ടോട്ടൽ പട്ടിണിയാകണത്. ഇങ്ങനെയുള്ള 2 ഗ്രൂപ്പിലുള്ള ആൾക്കാരും കീറ്റോ ഡയറ്റ് ചെയ്യരുത്. രണ്ടാമത്തേത് ഫാറ്റ് മെറ്റബോളിസം ഡിസോർഡർ ഉള്ള ആൾക്കാർ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോഴേ നമ്മുടെ ബോഡിയിൽ കീറ്റോസിസ് ആക്കുള്ളൂ. അപ്പം നമ്മുടെ ബോഡിയിൽ ഫാറ്റ് മെറ്റബോളിസം നടന്നില്ലെങ്കിൽ ഈ കഴിക്കണ ഫാറ്റ് ചെന്ന് സ്റ്റോർ ആകുകയും നമ്മൾ 80-70% ഫാറ്റ് മാത്രം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഫാറ്റ് ബേൺ ചെയ്യാണ്ട് വേറൊരു ചോയ്സ് ഇല്ലാണ്ട് വരുമ്പോഴും അത് ഒരു എക്സ്ട്രാ പ്രോബ്ലമിലോട്ട് ലീഡ് ചെയ്യണതുകൊണ്ട് ആ ഫാറ്റ് മെറ്റബോളിസം ഡിസോർഡർ ഉള്ള ആൾക്കാർ ഇത് ചെയ്യരുത്. ബാക്കിയുള്ള 3rd, 4th, 5th പോയിന്റ് ഒറ്റ ലൈനിൽ നമുക്ക് സിങ്ക് ആക്കി പറയാൻ പറ്റും. ലിവർ കണ്ടീഷനോ ലിവർ ഫെയിലിയർ ഉള്ള ഒരാളാണ് കീറ്റോ ഡയറ്റ് ചെയ്യണമെങ്കിൽ അത് നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ലോണം ഫാറ്റ് ബേൺ ചെയ്യാനുള്ള എൻസൈംസ് എല്ലാം ലിവറിൽ നിന്നാണ് പ്രൊഡ്യൂസ് ആവുന്നത്. അത് ഓൾറെഡി കണ്ടീഷൻ ശരിയല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ 80-70% ഫാറ്റ് മാത്രം കൺസ്യൂം ചെയ്ത് ഫാറ്റ് മാത്രം ബേൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ആ ലിവറിൻ്റെ കണ്ടീഷൻ ഇത്തിരി കൂടി വേസ്റ്റ് ആകും. അപ്പോൾ അത് ചെയ്തുകൂടാ. പിന്നെ ലിവറിന് തൊട്ട് താഴെ വരുന്ന ഒരു ഐറ്റമാണ് ഗാൾ ബ്ലാഡർ. അതിലൊരു ഡിസീസ് ഗാൾ ബ്ലാഡർ ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്ന എൻസൈംസ് എല്ലാം നമ്മുടെ ഗാൾ ബ്ലാഡറിൽ സെക്രീറ്റ് ആകും. അങ്ങനെ വന്നൊരു സിറ്റുവേഷനിൽ ഗാൾ ബ്ലാഡറിലെ ഇൻഫെക്ഷനും ഡിസീസും കൂടാനുള്ള ചാൻസസ് ഹൈ ആണ്. മനസ്സിലായല്ലോ? പിന്നെ ഉള്ളത് പാൻക്രിയാറ്റസ്. പാൻക്രിയാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറും ഗാൾ ബ്ലാഡറും സ്മോൾ ഇൻറ്റസ്റ്റൈനും കവർ ചെയ്യണ ഒരു സാധനമാണ്. ഈ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ പാൻക്രിയാസിന് സെറ്റായില്ലെങ്കിൽ അത് ഇൻഫ്ലമേഷൻ കണ്ട് വീർത്ത് നമുക്ക് പണി തരും. അപ്പം നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമാകും. ആൻഡ് 6th വൺ, തൈറോയിഡ് ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നമ്മുടെ കൊളിസോൾ ലെവൽ കൂടും. അതുകൊണ്ട് നമുക്ക് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. ആൻഡ് ഐ റിയലി ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. നമ്പർ 2, എന്തൊക്കെ ഫുഡ് കീറ്റോളുള്ളപ്പോൾ കഴിക്കാം? ഫിഷ്, മീറ്റ് ആൻഡ് പോൾട്രി, എഗ്ഗ്. ഇത് 3 ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കഴിച്ച് കണ്ടിട്ടുണ്ടാകും. ഫിഷിൻ്റെ കാര്യത്തിൽ എല്ലാവരും സാൽമനാണ് സജസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ കിട്ടാത്ത കാരണവും ഇന്ത്യയിൽ കിട്ടിയാലും ഒടുക്കത്തെ വില കാരണം ഞാനത് സജസ്റ്റ് ചെയ്യണില്ല. അപ്പോൾ കിട്ടണ മീനിൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് നോക്കി കഴിച്ചാൽ മതി. പിന്നെ ഡയറി ഓൾട്ടർനേറ്റീവ്സ്, ചീസ്, ഗ്രീക്ക് യോഗട്ട്, ഹൈ ഫാറ്റ് ക്രീം, അൺസ്വീറ്റൻഡ് മിൽക്ക് ലൈക്ക് സോയ മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് എക്സെട്ര. ഈ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ കഴിക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെഷർമെൻറ്റ് അങ്ങാടും ഇങ്ങാടും ഇത്തിരി മാറിപ്പോയാൽ നമ്മൾ കീറ്റോസിസിൽ നിന്ന് ഔട്ടാകാം. ഈ ഒരു പർട്ടിക്കുലർ റീസൺ കാരണമാണ് ഞാനിത് എടുക്കാത്തത്. ഐ ഡോണ്ട് സജസ്റ്റ് യു ഗൈസ് ടു ടേക്ക് ഇറ്റ് ടു. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുത്തോ, നോ പ്രോബ്ലം. പിന്നെ വെജിറ്റബിൾസിനെ പറ്റി അറിയാൻ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. 6th ഡേ വീഡിയോയിൽ നമുക്ക് മിത്സ് അബൌട്ട് കീറ്റോനെ പറ്റി അറിയാം. എന്നെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ ബൈ.